നമസ്കാരം. ഇത് 5ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠപുസ്തകമാണ്. ഇതിലെ സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിലുള്ള ചാപ്റ്ററാണ് നാടറിയാം. ഇത് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിരുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. വള്ളത്തോൾ നാരായണമേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയിലെ വരികളാണിത്. കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതാശകലമാണിത്. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടുപരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്! വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഇതിൽ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ കൊടുത്തിട്ടുണ്ട്. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന് വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികൾ, തൊഴിലുകൾ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്ന് നോക്കാം. കാലാവസ്ഥ, ജലാശയങ്ങൾ, നിരപ്പായ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, ഗതാഗതം, വ്യവസായങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ് എന്നിവ ഓരോരോ പ്രദേശത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നോക്കാം. ഇതിൽ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ട്. 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. മലനാട് 75 മീറ്ററിനും മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് പ്രദേശങ്ങൾ. നമുക്ക് ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് മലനാട് പ്രദേശത്താണ്, ഏറ്റവും കുറവ് തീരപ്രദേശവുമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്: ഇടനാട്, മലനാട്, തീരപ്രദേശം എന്നിവ. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം: തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയും, ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലും, മലനാട് 75 മീറ്ററിനും മുകളിലുമാണ് ഉയരം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗമേത്? ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്: തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്തെ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു.
ഇവിടെ ഒരു മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. മൺസൂൺ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഇത് മഴക്കാലം, കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അടുത്തത് കേരളത്തിലെ മണ്ണ്. ഇവിടെ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് കൊണ്ട് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ PDF വായിച്ചു നോക്കുക. അവ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വായിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ബുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. അപ്പോൾ ഇത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ത്, ആരുടെ രചനയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അപ്പോൾ ഓർത്തേക്കുക. അടുത്തത് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിൽ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അവ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ 4 എണ്ണമാണ്. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്. ഈ 4 എണ്ണമാണുള്ളത്. പിന്നെ കറുത്ത മണ്ണും പീറ്റ് മണ്ണും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇവിടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഇവയൊക്കെ എന്നാണ് പറയുന്നത്. അമിത രാസവള കീടനാശിനി പ്രയോഗവും മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അശാസ്ത്രീയ ഖനന പ്രവർത്തനവും അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മണ്ണ് സംരക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ? മണ്ണ് സംരക്ഷണത്തിൻ്റെ മാർഗ്ഗങ്ങളാണ് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല, തട്ട് കൃഷി എന്നിവയൊക്കെ. കൂടുതൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തി എഴുതാനൊക്കെ പറയുന്നുണ്ട് കുട്ടിയിൽ. കണ്ടൽ കാടുകളും കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല, തട്ട് കൃഷി എന്നിവയൊക്കെ മണ്ണ് സംരക്ഷണത്തിനുള്ള ചില മാർഗ്ഗങ്ങളാണ്. പിന്നെ ഇവിടെ ബോക്സിൽ ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അത് ഓർത്ത് വയ്ക്കുക. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമാണ്. ലോക മണ്ണ് ദിനമല്ല, മണ്ണ് സംരക്ഷണ ദിനമാണ്. അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി രൂപമാണ് ജലം. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ, കൂടാതെ നമ്മൾ കിണറുണ്ട്, തോടുകളുണ്ട്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരുവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടുകൂടി അവയിൽ പലതും വറ്റിപ്പോകുന്നു. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ.
അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. പുഴയിലേക്ക് വേസ്റ്റ് തള്ളിടുന്നതും മാലിന്യജലം ഒഴുക്കുന്നതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ. അപ്പോൾ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയും അത് നിർവഹിക്കുന്ന മിഷൻ ഏതാണെന്നാണ് പറയുന്നത്. പദ്ധതിയുടെ പേര് ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരളം മിഷനാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് മാലിന്യമുക്തം നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ഈ പദ്ധതി. തെളിനീരൊഴുകും നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള മറ്റൊരു പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. അടുത്തത് ജൽ ജീവൻ മിഷൻ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഓർത്തു വെക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് ഹരിത കേരളം മിഷന്റെ കീഴിലുള്ള പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അടുത്തത് ഇനി നമുക്ക് കേരളത്തിന്റെ വിള വൈവിധ്യം നോക്കാം. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങളാണിത്. ഇതിൽ എന്തൊക്കെ കാണാം? നെല്ല്, റബ്ബർ, തെങ്ങ്, പിന്നെ തേയിലയൊക്കെയാണ് കാണുന്ന ചിത്രത്തിൽ. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏതുതരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളും തീരെ കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? കടൽ തീരത്തോടു കൂടി ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താവാം? ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ തേയില കൃഷിയുള്ള സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങൾ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷിയാണ് വ്യാപകമായിട്ടുള്ളത്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക്. അപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. അതുപോലെ ഉപ്പുരസമുള്ള മണ്ണാണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അപ്പോൾ തീരപ്രദേശത്ത് ചെയ്യുന്ന കൃഷിയാണ് തെങ്ങ്, നെല്ല് എന്നിവ. ഭൂപ്രകൃതി മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമായുള്ളത് ഇടനാട്ടിലാണ്. ഏലം, കാപ്പി, കുരുമുളക്, തേയില തുടങ്ങിയത് കൃഷി ചെയ്യുന്നത് മലനാട്ടിലാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് അറിയാമല്ലോ. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം.
മഴക്കാലത്തിനു ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? വേറെ എന്തൊക്കെ തൊഴിലുകളാണ് കണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചത്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് അവിടെ തൊഴിലും കൃഷിയെല്ലാം രൂപപ്പെട്ടു വരുന്നത് എന്നാണ് പറയുന്നത്. തൊഴിലും ഭൂപ്രകൃതിയും ചിത്രങ്ങളിൽ സൂചിപ്പിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലും മുഖ്യമായും കാണാൻ കഴിയുന്നത്. അപ്പം നെല്ല് കൃഷിയുള്ളത് തീരപ്രദേശങ്ങളിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഇടനാട്ടിലും നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ തേയില നുള്ളൽ അത് മലനാട്ടിലാണ്. റബ്ബർ കൃഷി ഇടനാട്ടിലാണ്. പിന്നെ തൊണ്ട് തല്ലൽ അത് തീരപ്രദേശങ്ങളിലാണ് ഉണ്ടാവുക. മീൻ പിടിക്കലും തീരപ്രദേശങ്ങളിലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുമെന്ന് നാം കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ്. ചുഴലിക്കാറ്റ്, കാട്ടുതീ, അതുപോലെ ഉരുൾപൊട്ടൽ, സുനാമി, അങ്ങനെ കുറേ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. ഇപ്പോൾ റീസെൻ്റ് ഉണ്ടായ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ എല്ലാവർക്കും ഉരുൾപൊട്ടൽ നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ പ്രകൃതി ദുരന്തങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019 ഉണ്ടായതാണ്. പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. അടുത്തത് ദുരന്ത നിവാരണവും ലഘൂകരണവും. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് നിരീക്ഷിക്കും. നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം, ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുൻനിർത്തി പ്രളയബാധിതർ വീടുകളിലേക്ക്, ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ, കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണ് നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ സാധിച്ചു. മുന്നൊരുക്കങ്ങൾ. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. മുന്നൊരുക്കങ്ങൾ: ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം എന്നിവ 3 പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്തൊക്കെയെന്ന് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ദുരന്താനന്തര പ്രവർത്തനം: ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ. അപ്പോൾ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നേരത്തെ കൊടുക്കുക, അവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ദുരന്ത സമയത്ത് ആൾക്കാർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് സഹായങ്ങൾ നൽകുക. ഇതൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്.
പുതുതായിട്ടൊന്നുമില്ല. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ. നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾ കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇത് SCERT 5ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമാണ്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പുതിയ പാഠപുസ്തകമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ PDF വേണ്ടവർക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്